NDP ആയിരുന്നാലും NSS ആയിരുന്നാലും KPMS ആയിരുന്നാലും പിന്നെ മുസ്ലിം ഓർഗനൈസേഷൻസ് ആയിരുന്നാലും അവരെല്ലാം കൂടെ ഐക്യത്തോടുകൂടി ഒറ്റക്കെട്ടായി പിന്നെ കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്നത് നല്ല കാര്യം തന്നെയാണ്. അവരുടെയും പിന്നെ പാരമ്പര്യത്തിൽ നിന്ന് നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ SNDPക്ക് മഹത്തായ ഒരു വലിയ പാരമ്പര്യം ഉണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ്റെ മുതലുള്ള മഹത്തായ ഒരു പാരമ്പര്യം SNDPക്ക് ഉണ്ട്. NSSന് അതേപോലെ പിന്നെ മന്നത്ത് പത്മനാഭൻ മുതലുള്ള ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളുടെ പാരമ്പര്യം ഉണ്ട്. KPMSന് പിന്നെ അതേപോലെ തന്നെ ഉള്ള അയ്യങ്കാളി അടക്കമുള്ള സാംസ്കാരിക നേതാക്കന്മാരുടെ പാരമ്പര്യം, നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ പാരമ്പര്യമുള്ള അവരുടെ പാരമ്പര്യമുണ്ട്. കേരളത്തിലെ അത്തരം സംഘടനകളൊക്കെ തന്നെ നവോത്ഥാന നായകന്മാരുടെ പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. അവരുടെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അപ്പോൾ അവരെല്ലാം നമ്മൾ പിന്നെ ഒരു കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാതിരിക്കുന്നത് ഒട്ടും ശരിയല്ല. അവരെയെല്ലാം വിമർശിക്കുമ്പോൾ അതിനെല്ലാം ഒരു അതിര് കടന്നു പോകുന്നതും ഒട്ടും ശരിയല്ല. ഇപ്പോൾ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുക എന്നിട്ട് പറയുക ഞാൻ വർഗീയതയ്ക്കെതിരായി നിൽക്കുക എന്ന് പറയുക,